ഈ ഇടക്കാലത്തൊന്നും ഇത്രയും മോശം ഒരു ദിവസം ഉണ്ടായിട്ടില്ല. ഗുഡ് മോർണിംഗ്. അപ്പോൾ എനിക്കിന്ന് കോളേജിൽ പോകാൻ ആക്ച്വലി ഒരു താല്പര്യമില്ല. എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി എന്ന് മാത്രമേ തോന്നുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ ക്ലാസ് എനിക്ക് തീരെ 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 മിസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രം എന്താ നമ്മൾ റെഡിയായി കോളേജിൽ പോവാം. ഇന്ന് രാവിലെ എണീറ്റ് എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്താ പോവാണ്. പക്ഷേ സത്യം പറയാനോ എൻ്റെ മനസ്സിപ്പോഴും ആ ബെഡിൽ കിടന്നുറങ്ങാൻ എനിക്ക് പോകാനൊരു താല്പര്യമില്ല. പോയേ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ഒരു താല്പര്യമില്ല. എന്നാലും നമുക്ക് പോകണം. ബാ. അപ്പം നമുക്ക് ഓൾറെഡി നല്ല ലേറ്റായി ഇറങ്ങാനായിട്ട്. ഫസ്റ്റ് ക്ലാസ് മിസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റ് നല്ലൊരു ക്യൂട്ട് സ്കേർട്ട് ആൻഡ് ടോപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോണത്. ഇത് മാത്രമാണ് ആ കൂടെ എൻ്റെ ഒരു സന്തോഷം. കാരണം ഇന്ന് ഞാൻ നല്ലോണം റെഡി ആയിട്ടാണ് പോണത്. പുറത്തൊരു ജാക്കറ്റൊക്കെ. സോ വെൽക്കം ടു ദ ഡേ ഇൻ മൈ ലൈഫ് ഓഫ് എ കോളേജ് സ്റ്റുഡൻറ്. നമുക്ക് വേഗം പോകും. ഈ സ്കേർട്ടും ടോപ്പും ഉണ്ടല്ലോ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഔട്ട്ഫിറ്റ്സ് ആണ്. കാരണം എപ്പോഴും കോളേജിൽ സ്കേർട്ടും ടോപ്പ് ഇട്ടോ ഭയങ്കര ക്യൂട്ടാണ്. ഞാൻ ഇങ്ങനെയാണ് ഫസ്റ്റ് പീരീഡ് ലേറ്റ് ആയിട്ട് ചെന്ന് സെക്കൻഡ് പീരീഡ് അറ്റൻഡ് ചെയ്യാന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. കാരണം എൻ്റെ ഫസ്റ്റ് പീരീഡും സെക്കൻഡ് പീരീഡും ഒരേ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങൾ തീരെ ഇഷ്ടമല്ല. കാരണം നമുക്ക് ഫസ്റ്റ് പീരീഡ് ലേറ്റ് ആയിട്ട് എത്തിയാലും സെക്കൻഡ് പീരീഡ് ആ ടീച്ചറുടെ ക്ലാസ്സിൽ തന്നെ ഇരിക്കേണ്ടി വരും. പക്ഷെ കുഴപ്പമില്ല, ദൂരെന്ന് പറഞ്ഞു ഞാൻ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ക്ലാസ് ഫസ്റ്റ് പീരീഡ് തുടങ്ങി കുറച്ച് നേരം ആയിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, അങ്ങ് കയറാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഫീലിംഗ് ഉണ്ടോ? കോളേജിൽ പോകണം, അത്യാവശ്യമാണ്, പക്ഷെ എന്നാലും ഒന്ന് കിടന്നുറങ്ങാൻ വേണ്ടി മനസ്സിപ്പോഴും ബെഡിൽ തന്നെയാണെന്നുള്ളൊരു തോന്നല്. അയ്യോ, ഞാൻ ആക്ച്വലി ബുക്കൊക്കെ എടുത്ത് ഇങ്ങനെ ഭയങ്കര പതുക്കെയൊക്കെ നടന്ന് ഇങ്ങനെ എൻജോയ് ചെയ്ത് വന്നപ്പോഴാലോചിച്ചു എൻ്റെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ എന്തിനാ ഞാൻ ഇത്ര പതുക്കെ നടക്കണം. പിന്നെ അവിടെ തൊണ്ട് ഒരു ഓട്ടായിരുന്നു ഞാൻ അങ്ങോട്ട്. എനിക്കിന്ന് കുറേ നേരം ഒരേ ക്ലാസ് ആണെങ്കിലും എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പൊ നമുക്കിനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പോകാം. എന്താണ്? ഫുഡ് കഴിക്കല്. കറക്റ്റ് സമയത്തിന് എനിക്ക് ഫുഡ് എവിടെയെങ്കിലും ചെന്നിരുന്ന് കഴിക്കേണ്ട സമയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നമുക്ക് എന്തെങ്കിലുമൊക്കെ പാഴ്സൽ മേടിച്ചിട്ട് വരാം. ആദ്യം കിട്ടുന്ന എന്താണോ പാക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് മേടിച്ച് കഴിക്കാം. വേണമെങ്കിൽ കോളേജിലിരുന്ന് കഴിക്കാം. പക്ഷെ എനിക്കൊന്നും ഞാൻ കാരണത്തിരുന്നായിരിക്കും കഴിക്കുക. കാരണം അതിനൊരു കാരണമുണ്ട്, പറഞ്ഞുതരാം. വിശന്ന് വലഞ്ഞിട്ട് ഞാൻ ആദ്യം കൈ കിട്ടിയ മാംഗോ ജ്യൂസ് ഞാൻ വെച്ചാൽ എന്തെങ്കിലും ഒരു ജ്യൂസ് എനിക്ക് വേണം. കാരണം എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ്സിലിരുന്ന് കഴിക്കുന്നില്ല, എനിക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ ഇഷ്ടം എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയോ? ചില മേടിച്ചിട്ട് വന്നു. കാറിലിരുന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സമാധാനമായിട്ട് ഇങ്ങനെ കരിമിക്കടയൊക്കെ ഇട്ടിരുന്ന് കഴിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ പാർക്ക് ചെയ്തിട്ടേക്കുന്ന കാറിൽ വന്ന് കഴിക്കുന്നത്. ഈ ജസ്റ്റ് ഫ്രൈഡ് റൈസ് കൊണ്ട് എൻ്റെ വയറ് നിറയില്ല. ഇത് കഴിഞ്ഞ് ഞാൻ വേറെ എന്തെങ്കിലും ഉറപ്പായിട്ടും കഴിക്കും. ഇന്നലെ ആക്ച്വലി ഞാൻ കോളേജ് വ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ വളരെ വളരെ ബാഡ് ന്യൂസ് അറിഞ്ഞത്. ഒരു ബാഡ് ന്യൂസ്. ആൻഡ് അത് കേട്ടതിന് ശേഷം ഞാൻ മൊത്തം കിളിപോയി മാത്രമല്ല ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. ഞാൻ വ്ലോഗ് എടുത്തിരുന്നെങ്കിൽ കാണുന്ന ആൾക്കാർക്കും കൂടെ അത്രയും നെഗറ്റിവിറ്റി അടിച്ചേനെ. അത്രയും ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഈ ഇടക്കാലത്തൊന്നും ഇത്രയും മോശം ഒരു ദിവസം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ദിവസമായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് നേരെ അങ്ങ് വീട്ടിൽ പോയി. കാരണം എനിക്കൊന്നും ഫുഡ് കഴിക്കാൻ പോലും തോന്നിയില്ല. ഇന്ന് ഞാൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് കുറച്ച് കോളേജിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, കുറച്ച് ആവശ്യമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് കറങ്ങാല്ലേ. ബാ. ആക്ച്വലി ഈ ഇൻട്രോ പോലെ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ത്രെഡ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ത്രെഡ് ചെയ്യാത്ത ഫേസ് ഇഷ്ടമേ അല്ല. ഈ ത്രെഡ് ചെയ്ത് വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ. പക്ഷേ എനിക്ക് എൻ്റെ പുരുകം വടിവാള് പോലെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അതെ, ഭയങ്കര ഷാർപ്പായിട്ട്. അപ്പം ഞാൻ ഇനി ഷാർപ്നെസ് കൂട്ടണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. കാരണം വിശന്നിട്ട് വയ്യായിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ നടുക്കായി പോയി എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് ആക്ച്വലി ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നതാണോ അതോ കുറേ ആൾക്കാർ ഒരുമിച്ചിരുന്ന് നമ്മുടെ ഭയങ്കര കമ്പനിയായിട്ട് കഴിക്കുന്നതാണോ ഏറ്റവും ഇഷ്ടം? എനിക്ക് ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. കാരണം ഭയങ്കര എൻജോയ് ചെയ്ത് പതുക്കെ ഞാൻ ആ ഫുഡിനെ കുറിച്ച് മാത്രം ആലോചിച്ച് കഴിക്കും. എനിക്ക് ഫുഡെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കും മേ ബി എനിക്ക് ഒറ്റയ്ക്കിരുന്ന് തിന്നുന്ന ഇഷ്ടം. പിന്നെ സെക്കൻഡ് ഓഫ് ഓൾ ഞാൻ നിറയെ ഫുഡ് കഴിക്കും. എനിക്ക് കുറേ ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഒറ്റയ്ക്ക് പോയി നിറയെ ഫുഡൊക്കെ പതുക്കെ കഴിക്കാമല്ലോ. അങ്ങനെ ഞാൻ അവിടെ ആനയോടൊക്കെ വരെ ടാറ്റ പറഞ്ഞു കഴിഞ്ഞ് നേരെ പോവാണ്. പക്ഷെ നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലത്തിരുന്ന് കഴിക്കും. അതിനതിൻ്റെതായ സന്തോഷം. അതെ, ഞാൻ ആദ്യം വിചാരിച്ചു പാഴ്സൽ മേടിച്ച് ഉച്ചയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് കാറിനകത്തിരുന്ന് കഴിക്കാൻ. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കാറിനകത്തിരുന്ന് കഴിക്കാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഭയങ്കര മെസ്സി ആയിപ്പോ എന്ന് വാങ്ങിച്ചാൽ. ആൻഡ് വേറെ കുഴപ്പമുണ്ട്, എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കാറുണ്ട്. എവിടെ പോയാലും ഞാൻ റെസ്റ്റോറൻറ്റ്സിൽ പോയി ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ ഇത് കുഴപ്പം എന്താ പറയുമ്പോൾ ഒരാളായിട്ട് പോകുമ്പോൾ ആ ഒരാൾക്ക് ഇരിക്കാൻ ഇപ്പൊ 2 പേരുടെ ടേബിൾ ആയിരിക്കും മിനിമം ഉള്ളത്. ആ ടേബിൾ എവിടെയായിരിക്കും? എല്ലാത്തിൻ്റെയും നടുക്ക്. അപ്പൊ എനിക്ക് അത്ര ഇഷ്ടമല്ല. ലൈക്ക് സാധാരണ 2 പേരായിട്ട് പോയാൽ പോലും നമുക്കൊരു കോർണർ സീറ്റൊക്കെ കിട്ടി ഭയങ്കര കാമായിട്ടൊക്കെ ഇരിക്കാം. പക്ഷെ ഇത് ഒരാളായിട്ട് പോകുമ്പോൾ നമുക്ക് അതിന്റെ നടുക്കിരിക്കേണ്ടി വരും. ലിറ്ററലി എല്ലാവരുടെയും നടുക്ക്. എനിക്ക് അത് മാത്രം ഇഷ്ടമല്ല. അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ എന്നെ നടുക്ക് കൊണ്ടിരുത്തുന്നത് എനിക്കിഷ്ടമല്ല.
എനിക്ക് പച്ചമുളക് മുതൽ പച്ചമാങ്ങ വരെ എല്ലാ സാധനങ്ങളും വാങ്ങാനുണ്ട്. അപ്പോൾ പിന്നെ എനിക്കൊരു വെറൈറ്റി സാധനം വാങ്ങാനുണ്ട്. എന്ന് വെച്ചാൽ നടുക്കുന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്ക്. അതെ, നടുക്കുന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബുക്കാണെന്ന് എൻ്റെ മനസ്സിലുള്ളത്. അതിന് കിട്ടോ ഇല്ലയോ, ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരെണ്ണമുണ്ട്. എനിക്ക് അതേപോലത്തെ 2-3 വേണം എനിക്കൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഫുഡൊക്കെ കഴിച്ച സ്ഥിതിക്ക് ഇനി ഈ സാധനങ്ങളൊക്കെ അലഞ്ഞു തിരിഞ്ഞ് കണ്ടുപിടിക്കും. അതാണ് അതിന്റെ ഒരു കാര്യം. അപ്പൊ വാ നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം, കിട്ടോ ആവോ. ഞാനിത് എന്തൊക്കെയാ പറയണേ, നടുക്കുന്ന് തുറക്കാൻ പറ്റുന്ന ബുക്കും എല്ലാ ബുക്കും നമ്മൾ നടുക്കുന്നല്ലേ തുറക്കുന്നത്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ, അതിനകത്തൊരു ക്ലിപ്പ് ഉണ്ടാവും. അത് ക്ലിപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പേപ്പേഴ്സ് അതിനകത്തേക്ക് വെക്കാം. അവിടെ ആ കൂടെ 2 കളറിലെ ആ ബുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിനാണ് ഞാൻ ഇത്രയും കിടന്ന നേരം അരമണിക്കൂർ എടുത്താൽ ഞാൻ തീരുമാനിച്ചത് ഈ ഒരൊറ്റ ബുക്ക് സെലക്ട് ചെയ്യാൻ. പിന്നെ എങ്ങനെയോ ഞാൻ അറിയാതെ അലഞ്ഞു തിരിഞ്ഞ് എങ്ങനെയോ ഒരു ക്ലോത്തിങ് ഷോപ്പിലെത്തി. പിന്നെ കൊള്ളാവുന്ന ഒരു ടീഷർട്ട് കണ്ടപ്പോൾ അതങ്ങ് വാങ്ങി. എനിക്ക് വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെടാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഈ ഫിഷ് ഒന്നും വാങ്ങിയില്ല, കുറച്ച് പ്രോൺസ് മാത്രം വാങ്ങിയിട്ട് വീട്ടിൽ വന്നു. ചില ദിവസം നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ള കാര്യം നടന്നിട്ട് നമുക്ക് എന്തിനിങ്ങനെ ഒരു പ്രശ്നം വന്നു എന്ന് ആലോചിച്ചിട്ടില്ലേ? പക്ഷെ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് ആ പ്രശ്നം പിന്നെ അത് വന്നത് നന്നായി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ ഇത്തവണ അങ്ങനെയായിരുന്നു. ഈവൻ ദോ ഞാൻ ഇന്നലെയൊക്കെ ഭയങ്കര മോശം ദിവസമാണെങ്കിലും അന്ന് ഞാൻ കോളേജിൽ പോയിരുന്നു. പക്ഷേ അത് ആക്ച്വലി നന്നായി, ഭയങ്കര നന്നായി. അത് ആ പ്രശ്നം ഉണ്ടായത് കൊണ്ട് എനിക്ക് ആദ്യം സങ്കടം വന്നെങ്കിലും അതെനിക്ക് ഭയങ്കര ബെറ്ററായി. അപ്പോൾ എന്തെങ്കിലും സങ്കടം വരികയാണെങ്കിൽ ആലോചിച്ചോ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് ഒരു നല്ല കാര്യം ഉറപ്പായിട്ടും വരാനുണ്ടാവും നമുക്ക്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പക്ഷേ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാ. അപ്പോൾ ഇന്നത്തെ എന്റെ കോളേജ് ഡേ ആൻഡ് ഒരു സോളോ ഡേറ്റ് ഒക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. വീട്ടിൽ ചെന്ന് സുഖമായിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞ് രാത്രിത്തെ ഫുഡ് കഴിച്ച് പിന്നെ വീണ്ടും കിടന്നുറങ്ങുക. സോ ബൈ ബൈ. ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ ശരിക്കും ഒരു കുറവില്ല. അപ്പൊ ശരിക്കും ബൈ.